നമസ്കാരം. സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെയൊക്കെ തമാശക്കാരുണ്ടെന്ന് തനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഒരു നോട്ടീസ് കണ്ടാൽ പൊട്ടിച്ചിരിച്ചു പോകും നമ്മൾ. എന്ത് തൊലിക്കട്ടിയ അവർക്കൊക്കെ. നിയമസഭയുടെ ഇടനാഴികളിൽ നിന്ന് ഒരു സിനിമാ ഡയലോഗ് പോലെ ഉയർന്നു കേട്ട ഈ വാക്കുകൾക്ക് പിന്നിൽ മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെയാണ്. അധികാരം കിട്ടിയതിൻ്റെ ചൂട് മാറും മുൻപേ സമരക്കൊടി ഉയർത്തിയ പ്രതിപക്ഷ സർവീസ് സംഘടനകളെ കണക്കിന് പരിഹസിച്ച് സതീശൻ നടത്തിയ വെടിക്കെട്ട് പ്രസംഗം ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ ചൂടുള്ള ചർച്ചയാണ്. കഴിഞ്ഞ 10 വർഷം കാരണഭൂതൻ വാഴ്ത്തിപ്പാട്ടുകളും അതുപോലെ തന്നെ മെഗാ തിരുവാതിരകളിയുമായി കളം നിറഞ്ഞവർ. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി സഖാവ് തന്നെ എന്ന് പാടി സ്തുതിപാഠകരായി നടന്നവർ. ഇപ്പോൾ പുതിയ സർക്കാരിന് വെറും 2 മാസം തികയും മുൻപേ സമരമുഖത്തിറങ്ങുമ്പോൾ മുഖ്യമന്ത്രിയുടെ ചിരിക്കു പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. 10 വർഷം നടക്കാത്തതൊക്കെ 2 മാസം കൊണ്ട് നടക്കണമെന്നാണ് അവരുടെ ആവശ്യം. സതീശൻ കസേരയിലിരുന്ന് ഒരു പുഞ്ചിരിയോടെ പറയുമ്പോൾ കേട്ടിരുന്നവർക്കും ചിരിയടക്കാൻ സാധിച്ചില്ല. പഴയതൊന്നും നമ്മളൊന്നും മറന്നിട്ടില്ല, കാര്യങ്ങളൊക്കെ ഓർത്തു വച്ചിട്ടുണ്ട് എന്ന മുന്നറിയിപ്പ് കേട്ട് പലരുടെയും നെഞ്ചിടിപ്പ് കൂടിയത് കണ്ടറിയേണ്ട കാഴ്ചയായിരുന്നു. സ്ഥലമാറ്റമൊക്കെ ഉണ്ടാകും, അതിനായി എല്ലാവരും റെഡിയായിക്കോളൂ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതൊരു വെറും വാക്കല്ലെന്ന് ആർക്കാണ് അറിയാത്തത്? പകപോക്കലിനല്ല, ഭരണപരമായ കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കാനാണ് ഈ നീക്കങ്ങളെന്നും കഴിഞ്ഞ സർക്കാരിൽ ദുരിതമനുഭവിച്ചവർക്ക് ഈ സർക്കാർ സംരക്ഷണം നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അനാവശ്യ സമരങ്ങൾക്കൊന്നും ചെവി കൊടുക്കില്ലെന്നും സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള ഡിഎയും മെഡിസെപ് പരിഷ്കാരങ്ങളുമെല്ലാം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് അനുസരിച്ച് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുമെന്നും സതീശൻ വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷ സംഘടനകളുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാകും? മുഖ്യമന്ത്രിയുടെ ഈ ചിരിച്ചുകൊണ്ടുള്ള മറുപടി എവിടേക്കാണ് എത്താൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. അതേസമയം ഹെലികോപ്റ്റർ യാത്ര, വിരുന്ന് വിവാദം, മഴക്കെടുതിയിലെ ഏകോപനമില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിപക്ഷം കടന്നാക്രമണം കടുപ്പിക്കുമ്പോഴും മുഖ്യമന്ത്രി വി.ഡി. സതീശനായി ശക്തമായ പ്രതിരോധമുയർത്താതെ കോൺഗ്രസ് പാർട്ടി. ഭരണമാറ്റത്തിന് ശേഷം വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ 3 മാസം പൂർത്തിയാക്കുന്ന വേളയിലാണ് സർക്കാരും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള ഏകോപനമില്ലായ്മയും നിസ്സംഗതയും പരസ്യമാകുന്നത്. കെ.പി.സി.സിക്ക് പുതിയ അധ്യക്ഷൻ വരാത്തതും പുനഃസംഘടന എങ്ങുമെത്താത്തതുമാണ് പ്രശ്നം. ഒരു ഭാഗത്ത് CPM സൈബർ വിഭാഗവും മറുഭാഗത്ത് CPM സംസ്ഥാന സെക്രട്ടറിയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമടക്കം മുഖ്യമന്ത്രി സതീശനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് കോൺഗ്രസ് ക്യാമ്പിൽ പ്രകടമായ ഈ നിസ്സംഗത. വിവാദങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വാർത്താ സമ്മേളനം നടത്തി സ്വന്തം ഭാഗം വിശദീകരിച്ച ശേഷവും അദ്ദേഹത്തിന് പിന്നിൽ ഒരു പ്രതിരോധ കവചം തീർക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനോ മുന്നണിക്കോ സാധിക്കുന്നില്ല. അതേസമയം സ്വയം പ്രതിരോധം തീർത്ത് മുന്നോട്ടു പോകുന്നതാണ് വി.ഡി. സതീശന്റെ ശൈലി. ഭരണം 3 മാസം പിന്നിടുമ്പോൾ സ്വന്തം വഴിവെട്ടിയാണ് അദ്ദേഹം മുന്നോട്ടു പോകുന്നത്. കാര്യമായി കൂടിയാലോചനകൾ പാർട്ടിയുമായി ഇല്ലെന്ന വിമർശനം പോലും ശക്തമാണ്. സതീശൻ പ്രതിരോധത്തിലാകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സാധാരണയായി കോൺഗ്രസിനു വേണ്ടി സജീവമായി ശബ്ദിക്കാറുള്ള പ്രധാന സൈബർ അക്കൗണ്ടുകളും ഈ വിഷയത്തിൽ പൂർണ്ണമായും നിശബ്ദത പാലിക്കുകയാണ്. അടുത്തിടെയുണ്ടായ വിവാദങ്ങളിൽ CPMനെ കടന്നാക്രമിച്ചുകൊണ്ട് മറുപടി നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. രാഹുൽ വീഡിയോയുമായി രംഗത്ത് വന്നപ്പോൾ അതേ വാദം ചില കോൺഗ്രസ് ഗ്രൂപ്പുകളും ഏറ്റുപിടിക്കുകയാണ് ഉണ്ടായത്. അതേസമയം തന്നെ എല്ലാ വിവാദങ്ങളെയും വിമർശനങ്ങളെയും വി.ഡി. സതീശന്റെയും അദ്ദേഹത്തിന്റെയും ഓഫീസിന്റെ മാത്രം രാഷ്ട്രീയ ബാധ്യതയായി കാണുന്ന വിധത്തിലാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ നിലവിലെ നീക്കങ്ങൾ. എന്തായാലും തന്റെ നിലപാടിൽ ഉറച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി മുന്നോട്ടു പോകുന്നത്. അതിന് മറ്റാരുടെയും സഹായം അദ്ദേഹം തേടുന്നില്ല. തനിക്ക് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറയും. അതാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ശൈലി.